പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പാപവസ്തുക്കളെ ദൂരെ എറിയുക എന്നതിനെക്കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം തിരുലിഖിതം. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അവയിൽ നിന്ന് അപകടം ഭവിച്ചാൽ ആർ സഹതപിക്കും? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അനേകരുടെ മേൽ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായി. അനേകരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തികളുണ്ടായി. അനേകം കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടായി. നിരവധി വ്യക്തികൾ മദ്യപാനം ഉപേക്ഷിച്ചു. നിരവധി വ്യക്തികൾ ചീത്ത കൂട്ടുകെട്ട് ഉപേക്ഷിച്ചു. ഈ മണിക്കൂറിൽ ഞാനും നിങ്ങൾ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുമെങ്കിൽ ഇതാ ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് എൻ്റെ നിങ്ങളുടെ മേൽ ശക്തമായി നിറയാൻ പോവുകയാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഗ്രേസി ജോസഫ്, സ്ഥലം കോതമംഗലം. എനിക്ക് 55 വയസ്സുണ്ട്. എൻ്റെ കാൽമുട്ടിന് വേദന തുടങ്ങിയിട്ട് 6 വർഷത്തോളമായി. കോതമംഗലത്തും എറണാകുളത്തും പല ആശുപത്രികളിലും കാണിച്ചു, ഒരു കുറവുമുണ്ടായില്ല. ആയുർവേദവും ഹോമിയോപ്പതിയും അലോപ്പതിയും എല്ലാം മാറി മാറി നോക്കി. സന്ധിവാതമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 4 വർഷമായിട്ട് ഒരു ചികിത്സയ്ക്ക് ഞാൻ പോകുന്നില്ല. കാരണം എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. എൻ്റെ ഇടതുകാൽ 4 വർഷമായി വളഞ്ഞുപോയി. ഇപ്പോൾ ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. ഞാൻ 3 വർഷമായിട്ട് സ്ഥിരമായി എല്ലാ വെള്ളിയാഴ്ചയും ഉപവസിച്ച് TV-യിലൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാം മുടങ്ങാതെ കാണുന്നുണ്ട്. ഒക്ടോബർ മാസം 16-ാം തീയതി അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ആരോ കാലുകുത്തി നടക്കാൻ പറയുന്നത് പോലെ ഞാൻ കേട്ടു. ഞാൻ പെട്ടെന്ന് കാല് നോക്കിയപ്പോൾ എൻ്റെ വളഞ്ഞുപോയ ഇടതുകാൽ നേരെയായിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു അത്ഭുതകരമായ സൗഖ്യം വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ഗ്രേസി ജോസഫിൻ്റെ ശരീരത്തിലേക്ക് യേശു ക്രിസ്തു നാമത്തിൽ സ്വർഗം ചെയ്തു കൊടുത്തു. 2 കരങ്ങളും ഇപ്പോൾ മാറോട് ചേർത്ത് പിടിക്കാം.
കണ്ണുകളടച്ച് ഓരോ മകനും മകളും പ്രാർത്ഥിക്കട്ടെ. ദൈവരാജ്യത്തിൻ്റെ ആത്മാവ്, സൗഖ്യത്തിൻ്റെ ആത്മാവ്, രോഗശാന്തിയുടെ ആത്മാവ്, വിടുതലിൻ്റെ ആത്മാവ്, ഉണർവിൻ്റെ ആത്മാവ്, ദൈവഭക്തിയുടെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, ക്ഷമയുടെയും ദൈവാനുഭവത്തിൻ്റെ ആത്മാവ് എൻ്റെയും നിങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ദാഹിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. നിറയണമേ. ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ. ഹോളി സ്പിരിറ്റ്, വരദാന സമൃദ്ധി നൽകൂ പരിശുദ്ധാത്മാവേ. ഓ പരിശുദ്ധാത്മാവേ, ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ. വരദാന സമൃദ്ധി നൽകൂ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ മണിക്കൂറിൽ വചനം കേൾക്കാൻ, ഈ മണിക്കൂർ ദൈവത്തെ ആരാധിക്കാൻ, ഈ മണിക്കൂർ ദൈവരാജ്യ ദൂത് കേൾക്കാൻ ഒരുമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും, ഓരോ സമൂഹങ്ങളിലേക്കും, ഓരോ സ്ഥാപനങ്ങളിലേക്കും ഉന്നത ശക്തിയായി, അഭിഷേകത്തിന്റെ അഗ്നിയായി, അഭിഷേക അഗ്നിയായി പരിശുദ്ധാത്മാവേ ഇപ്പോൾ കത്തി പടരണമേ, കത്തി പടരണമേ. രോഗികൾക്ക് സൗഖ്യമായി, രോഗികൾക്ക് സൗഖ്യമായി, വലിയ മനോവിഷമങ്ങൾ ഇരിക്കുന്നവർക്ക് വിടുതലായി പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. രോഗശാന്തിയും മനഃശാന്തിയും എന്നിൽ ചൊരിഞ്ഞിടൂ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ. പുത്രനെ സ്തുതിക്കുവാൻ ഹൃദയം നൽകിടൂ. പ്രാർത്ഥനാഭിഷേകം നൽകണമേ. രോഗശാന്തിയും മനഃശാന്തിയും എന്നിൽ ചൊരിഞ്ഞിടൂ. അഭിഷേകം നിറയ്ക്കണമേ. പുത്രനെ സ്തുതിക്കുവാൻ ഹൃദയം നൽകിടൂ. ദൈവരാജ്യ വരങ്ങൾ നൽകണമേ. എന്നെ നിറയ്ക്കൂ. ഹോളി സ്പിരിറ്റ്, എന്നെ നയിക്കൂ. പരിശുദ്ധാത്മാവേ, എന്നെ വളർത്തു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ. നിന്ദാസരിൽ വന്നു വസിക്കൂ എല്ലാവരുടെ മേലും വ്യാപരിക്കണേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവർ ശക്തി പ്രാപിക്കട്ടെ, ക്ഷീണിതർ ബലം പ്രാപിക്കട്ടെ, ഒരു പുതിയ ഉണർവിന്റെ കൊടുങ്കാറ്റ് ഇപ്പോൾ ആഞ്ഞടിക്കട്ടെ. ഓ ദൈവമേ, പിന്മാറ്റത്തിലേക്ക് പോകുന്നവർ ഇപ്പോൾ ഉണർവ് പ്രാപിക്കട്ടെ. ഏതെങ്കിലും കാരണത്താൽ സാത്താൻ ദുർബലപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തിലെ മക്കൾ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപവസ്തുക്കളെ ദൂരെ എറിയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം അതിൽ 19-ാമത്തെ അധ്യായത്തിൽ ഒരു രംഗം നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 18ഉം 19ഉം തിരുലിഖിതങ്ങൾ. വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസും കൂട്ടരും എഫേസൂസിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ ആ ദേശത്ത് ആഞ്ഞടിച്ചു. അനേക ഹൃദയങ്ങൾ ദൈവവചനം കേട്ടപ്പോൾ മനമൊരുക്കി കരഞ്ഞു. അവർ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി, ഞങ്ങൾ നടന്നത് നാശവഴികളിലൂടെയാണല്ലോ, ഞങ്ങൾ നിത്യജീവന്റെ വഴികളിലൂടെ അല്ലല്ലോ പോയത്, ഇതാ ആടുകളെ പോലെ ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അനേകർ വിശ്വാസം സ്വീകരിച്ച് തങ്ങളുടെ കുറ്റങ്ങൾ വന്ന് ഏറ്റു പറഞ്ഞു. ഹല്ലേലൂയ. അനുതാപത്തോടെ
പാപവഴികൾ ഉപേക്ഷിച്ച് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അവർ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ആരാധിച്ച് രക്ഷയുടെ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് ഇതാ ഒരു കൂട്ടം ആളുകൾ, ക്ഷുദ്രക്കാര്, ആഭിചാരം ചെയ്ത് മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്നവര്, അവരും വന്ന് അവരുടെ കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞു. മദ്യപാനികൾ വന്ന് പറഞ്ഞു, അയ്യോ, ഇന്ന് വരെ ഞങ്ങൾ ജഡപ്രകാരം മദ്യപിച്ചും പുകവലിച്ചും ചീത്ത ദുർനടപടികൾ ചെയ്തും കഴിഞ്ഞു പോന്നു. ഓരോ തരത്തിലുള്ള വഴക്കും വയ്യാവലി ഇരുന്നവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വരെ വെറുപ്പിലും വിദ്വേഷത്തിലും കഴിഞ്ഞു, ഇതാ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു, വെറുപ്പും വിദ്വേഷവും ഞങ്ങൾ ഉപേക്ഷിച്ചു, ഞങ്ങൾ ഇന്നോട്ട് നേർവഴിക്ക് നടന്നു കൊള്ളാം. കരിഞ്ചന്തക്കാരും കൈക്കൂലിക്കാരും വന്ന് അനുദപിച്ച് ദൈവസന്നിധിയിൽ തങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് വരെ ഞങ്ങൾ അന്ധകാരത്തിൽ നടന്നു, ഇന്ന് വരെ ഞങ്ങൾ വ്യർത്ഥമോഹത്തോടെ നടന്നു, ദ്രവ്യാഗ്രഹികളായി നടന്നു, ഇതാ ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങൾ ദ്രവ്യാഗ്രഹികളാണ്, ഞങ്ങളുടെ ജീവിതം തെറ്റിപ്പോയി, ഇന്ന് തൊട്ട് യേശുക്രിസ്തുവിനെ കർത്താവായി ആരാധിച്ച് ദൈവ പൈതലായി ജീവിക്കാം, ദ്രവ്യാഗ്രഹത്തെ ഉപേക്ഷിക്കുന്നു. അപ്പോഴാണ് ക്ഷുദ്രക്കാർ വരുന്നത്. ക്ഷുദ്രക്കാർ വന്നിട്ട് പറഞ്ഞു, അയ്യോ, ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, തെറ്റാണ്, ഇത് അന്ധകാര ശക്തികളുടെ സേവയാണ്, ഞങ്ങളിത് ഉപേക്ഷിക്കുന്നു, ഞങ്ങളുടെ ദുർമന്ത്രവാദവും ഞങ്ങളുടെ ക്ഷുദ്രപ്രയോഗവും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മന്ത്രത്തിൻ്റെ, ദുർമന്ത്രത്തിൻ്റെ, മന്ത്രവാദത്തിൻ്റെ എല്ലാ ഗ്രന്ഥ ചുരുളുകളും കെട്ടുകെട്ടായി ഭാണ്ഡങ്ങളായി കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അതിൻ്റെ വില കണക്കാക്കിയപ്പോൾ ഏതാണ്ട് 50,000 വെള്ളി നാണയങ്ങൾ, അന്നത്തെ കണക്കനുസരിച്ച്. ഇന്നാണെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ ഭാണ്ഡങ്ങളാണ്, ഗ്രന്ഥ ചുരുളുകളാണ് കൂട്ടിയിട്ട് പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞ് അവർ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായക മേഖലയാണ്, ഒരു നാഴികക്കല്ലാണിത്. ഞാൻ നിങ്ങളും വചനം കേൾക്കുന്നു എന്നുള്ളത് ശരി തന്നെ, ഞാൻ നിങ്ങൾ ഹൃദയത്തിൽ ദൈവമാർഗത്തെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതും വലിയ കുഴപ്പമില്ലാത്ത കാര്യം തന്നെ, ഞാൻ നിങ്ങൾ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്നു എന്നുള്ളതും നല്ലത് തന്നെ. എന്നാൽ ഇതിനെല്ലാം വിലയുണ്ടാക്കുന്നത് പാപവസ്തുക്കളെ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾ യേശുവിനെ ഏറ്റു പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ നിങ്ങൾ ധ്യാനത്തിന് പോകുന്നുണ്ട്, ഈ വർഷം ധ്യാനം കഴിയുമ്പോൾ അടുത്ത വർഷം ധ്യാനത്തിന് പോകുന്നുണ്ട്, പിന്നെ മുടങ്ങാതെ പോകാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം ദൈവവൈതലെ ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവുമില്ല. യാക്കോബ് ശ്രീകളുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 22-ാം വാക്യം പഠിപ്പിക്കുകയാണ്, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവർ കൂടെയാകുവീൻ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവർ കൂടെയാകുവിൻ. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അനുസരിച്ച്, വചനത്തിൽ പറഞ്ഞിട്ടുള്ള അനുസരിച്ച് ജീവിതത്തിൽ നിന്ന് പാപത്തെ ഉപേക്ഷിക്കുക മാത്രം പോരാ, പാപവസ്തുക്കളെ കൂടെ ഉപേക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. പാപത്തെ ഉപേക്ഷിക്കുക മാത്രം ചെയ്താൽ പോരാ, പാപത്തിലേക്ക് നയിക്കുന്ന പാപകരമായ കൂട്ടുകെട്ട് ഉപേക്ഷിക്കണം, പാപത്തിലേക്ക് നയിക്കുന്ന പാപകരമായ വസ്തുക്കൾ ഉപേക്ഷിക്കണം, പാപത്തിലേക്ക് നയിക്കുന്ന പാപകരമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർശനമായി ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ധ്യാന ശുശ്രൂഷകൾ ആരംഭിക്കുന്ന തുടക്ക കാലഘട്ടത്തിൽ കോഴിക്കോട് പട്ടണത്തിൽ ഒരു ധ്യാനം നടത്തുകയുണ്ടായി. അത് യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനമായിരുന്നു. ഒരു ഹോസ്റ്റലിൽ അങ്ങനെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു വ്യക്തി എല്ലാവരോടും ധ്യാനം കഴിഞ്ഞ് കുമ്പസാരം കഴിഞ്ഞ് അവരെല്ലാം പാപം ഉപേക്ഷിച്ച് അവർ കുമ്പസാരിച്ച് യേശുക്രിസ്തു രക്ഷിതാവും കർത്താവുമായി ആരാധിച്ച് അങ്ങനെ തുള്ളിച്ചാടുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ നിർദ്ദേശപ്രകാരം അവരോട് പറഞ്ഞു, നിങ്ങളുടെ കൈകളിലിരിക്കുന്ന എല്ലാ പാവവസ്തുക്കളും കൊണ്ടുവന്ന് ഇവിടെ കൂട്ടം കൂട്ടമായിട്ട് കത്തിച്ചു കളയാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നുണ്ട്. ആ യുവതി യുവാക്കന്മാർ, ഹൃദയത്തിൽ ആത്മാവിൻ്റെ സ്പർശനം ഉണ്ടായിരുന്നവർ, അവരുടെ മുറികളിലേക്ക് പോയി ഉണ്ടായിരുന്ന എല്ലാ പാപവസ്തുക്കളും എടുത്തുകൊണ്ടുവന്നിട്ട് കത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വ്യക്തി ഒരു പാപവസ്തു എടുത്തിട്ട് വന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു കാറ്റഗിസം പുസ്തകമാണ് എടുത്തുകൊണ്ട് വരുന്നത്, വേദപഠന പുസ്തകം. അയ്യോ, അത് കത്തിക്കരുതേ. ഞാൻ പറഞ്ഞു, അത് വേദപഠന പുസ്തകമാണ്, അത് സത്യദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാറ്റഗിസം പുസ്തകമാണ്, അത് കത്തിക്കേണ്ട ആവശ്യമില്ല. ഉടനെ ആ വ്യക്തി ഒന്ന് ചമ്മി ഒരു ചെറിയ പരുങ്ങലോടെ നോക്കി. ഞാൻ പറഞ്ഞു, അത് എൻ്റെ കയ്യിലേക്ക് തരൂ. അത് വളരെ വിമിഷ്ടപ്പെട്ട് അത് എൻ്റെ കയ്യിലേക്ക് തന്നു.
ഞാൻ ആ പുസ്തകം മറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ 2 ചട്ടകൾ മാത്രം, അതിൻ്റെ 2 പുറത്തുള്ള 2 പേജുകൾ മാത്രം കാറ്റഗിസം പുസ്തകത്തിൻ്റെ പേജുകളാണ്. ബാക്കി അതിൻ്റെ ഉള്ളിലേക്കുള്ള ഓരോ പേജിലും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കും തോറും ഇതാ ഒരുപാട് തരത്തിലുള്ള അശ്ലീലതയുടെയും നഗ്നതയുടെയും ലൈംഗിക വൈകൃതങ്ങളുടെയും ചിത്രങ്ങൾ കൊണ്ട് ഓരോ പേജും നിറച്ചു വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തി പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ എത്രയോ ധ്യാനങ്ങൾ ഇതിനു മുമ്പ് കൂടിയിട്ടുണ്ട്, ഞാൻ എത്രയോ ഈശോയ്ക്ക് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. എത്ര തീരുമാനം എടുത്താലും ശരി, ധ്യാനം കഴിഞ്ഞ് 1 ആഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഈ വസ്തുക്കൾ, ഇങ്ങനെയുള്ള പാപവസ്തുക്കൾ അറിയാതെ ഞാൻ എടുക്കും, ഞാനത് നോക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പാപത്തിലേക്ക് വീഴും. അങ്ങനെ എൻ്റെ ആത്മാവിനെ പാപത്തിൽ നിത്യമായി ബന്ധിച്ചിട്ടിരുന്ന ഒരു നാശവസ്തുവാണിത്, ഇതിനെ കത്തിച്ചു കളയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തിയുടെ കയ്യിലേക്ക് ഞാൻ കൊടുത്തു. ആ വ്യക്തി അറപ്പോടും വെറുപ്പോടും കൂടെ, പരിശുദ്ധാത്മാ നിറഞ്ഞ ആ വ്യക്തി അറപ്പോടും വെറുപ്പോടും കൂടെ അഗ്നികുണ്ഡത്തിലേക്കിട്ട് അത് കത്തിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥമായ ഒരു മാനസാന്തരം, അത് നിലനിൽപ്പിൻ്റെ ഒരു അഭിഷേകത്തിലേക്ക് നീങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും വചനം കേട്ട് കഴിയുമ്പോൾ, ആത്മാവ് സ്പർശിച്ചു കഴിയുമ്പോൾ, ആത്മാവ് അരുതേ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ട് അഗ്നികുണ്ഡത്തിലിട്ട് കത്തിച്ചു കളയണം, അല്ലെങ്കിൽ തല്ലി പൊട്ടിച്ച് കളയണം. 2010 ഫെബ്രുവരി മാസത്തിൽ 24-28 വരെ കോട്ടയം പട്ടണത്തിൽ ഒരു അഭിഷേകാഗ്നി കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷന് 3-ാം ദിവസം ഒരു കുടുംബ അച്ഛനെ കാണാൻ വന്നു. ആ കുടുംബം പറഞ്ഞു, അച്ഛാ, ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള വചനം കേട്ടു, ഞങ്ങളുടെ ഹൃദയം കലങ്ങി. ഞങ്ങൾ അന്ന് ചെയ്തൊരു കാര്യമുണ്ട്, വീട്ടിൽ ഒരുപാട് മദ്യക്കുപ്പികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം തല്ലി പൊട്ടിച്ച് കളഞ്ഞ് അതെല്ലാം കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് എല്ലാ മദ്യക്കുപ്പികളും ഞങ്ങളെടുത്ത് തല്ലി പൊട്ടിച്ച് കളഞ്ഞു എന്ന് അവർ 3-ാം ദിവസം വന്ന് വെളിപ്പെടുത്തിയത് സന്തോഷത്തോടെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും മാനസാന്തരം അതൊരു യഥാർത്ഥ മാനസാന്തരമാകണമെങ്കിൽ, അത് നിലനിൽപ്പിൻ്റെ അഭിഷേകത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഞാനും നിങ്ങളും പാപ വസ്തുക്കളെ വലിച്ചെറിയണം. പാപത്തെ വെറുത്തുപേക്ഷിച്ച് കുമ്പസാരിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പാപ വസ്തുക്കളെ വലിച്ചെറിഞ്ഞ് എന്നേക്കുമായി കാണാൻ മറയത്ത് തള്ളിക്കളയണം എന്നുള്ളത്. ഇതിന് പോൽബലകമായ ഒരു സംഭവം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായം തൊട്ട് 16-ാമത്തെ അധ്യായം വരെയുള്ള ഒരു രാജാവിൻ്റെ ചരിത്രത്തിലാണ് നാം അത് വായിക്കുന്നത്. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 14-ാം അധ്യായം തൊട്ട് പഴയ നിയമത്തിലെ ആസ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ചരിത്രമാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. യൂദയ രാജ്യത്തിലെ രാജാവാണ് ആസ. യൂദയ രാജ്യത്തിൽ ആസായ്ക്ക് തൊട്ട് മുമ്പ് ആസയുടെ അപ്പൻ അബിയ വസിച്ചിരുന്നു. അബിയയാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അബിയയ്ക്ക് ശേഷമാണ് ആസ യൂദയ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തത്. ആസ യൂദയ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ആ രാജ്യത്ത് ഒരുപാട് പാപകരമായ അന്തരീക്ഷം നിലനിന്നിരുന്നു. അദ്ദേഹം ദൈവത്തോട് സ്നേഹമുള്ള ഒരു രാജാവായിരുന്നതിനാൽ ആ പാപകരമായ സംഗതികളെല്ലാം തച്ചുടച്ച് കളയാൻ കൽപ്പന പുറപ്പെടുവിച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ജനത്തോട് നൽകിയ നിർദ്ദേശം ശ്രദ്ധിക്കുക. 14-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം, യൂദാ നിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും കൽപ്പിച്ചു. കൂടാതെ യൂദയ നഗരത്തിൽ നിന്ന് പൂജാഗിരികളും ബലിപീഠങ്ങളും നീക്കം ചെയ്തു. അവൻ്റെ കാലത്ത് രാജ്യം മുഴുവനിലേക്ക് സമാധാനം കവിഞ്ഞൊഴുകി. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് മാനസാന്തരപ്പെട്ട് പാപവസ്തുക്കൾ ഉപേക്ഷിച്ച് പാപവസ്തുക്കളെല്ലാം വലിച്ചെറിഞ്ഞ് ദൈവത്തിലുള്ള ജീവിതത്തിൽ നിലനിൽപ്പ് പ്രാപിച്ചാൽ ദൈവം ആ ദൈവ പൈതലിനെ അനുഗ്രഹിക്കും. ബൈബിളിൽ നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ വചനമുണ്ട്, നിനക്ക് എപ്പോഴും അഭിവൃദ്ധി ഉണ്ടാവണമെന്നും നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാകരുതെന്നും നിന്റെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. 92-ാം സങ്കീർത്തനത്തിൽ 12-ാമത്തെ വാക്യം, കർത്താവ് നീതിമാനെ പന പോലെ വളർത്തും. 25-ാം സങ്കീർത്തനത്തിൽ 12-ാമത്തെ തിരുലിഖിതം, കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തെരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ വാഴും, അവൻ്റെ മക്കൾ ഭൂമി അവകാശമാക്കും. ഒരുപാട് ദൈവവചനങ്ങളിൽ ദൈവത്തിലേക്ക് തിരിയുന്ന ദൈവ പൈതലിനെ സമാധാനം കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ഉയർച്ച കൊണ്ടും ദൈവം അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനമുണ്ട്. ഇതാ ആസ ദൈവത്തിലേക്ക് തിരിഞ്ഞു. ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, അവൻ്റെ കാലത്ത് രാജ്യം മുഴുവനിലും സമാധാനം നിലനിന്നിരുന്നു. അതുകൊണ്ട് അവൻ രാജ്യത്തെ നഗരങ്ങളെല്ലാം ബലവത്താക്കി, അവൻ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. ഒരുപാട് വികസനങ്ങളുണ്ടായി, ഒരുപാട് സമാധാനമുണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, രാജ്യത്ത് വികസനവും ഉയർച്ചയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നല്ല ദൈവചിന്തയുള്ള ഭരണകർത്താക്കളെ തെരഞ്ഞെടുത്ത് ഭരണകൂടം ഏൽപ്പിച്ചു കൊടുക്കണം.
ദൈവജനം ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ വെക്കേണ്ട ഒന്നാമത്തെ മാനദണ്ഡം ദൈവഭയവും ദൈവവിചാരവും ഉള്ളവനാണോ അല്ലയോ എന്നുള്ളത് നിർണായകമായൊരു ഘടകമാണ്. ദൈവ വിശ്വാസത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അയാൾ ഭരിക്കുന്നിടത്തോളം കാലം ആ നാട്ടിൽ സമാധാനവും ഐശ്വര്യവും ഉയർച്ചയുണ്ടാവും. അല്ലെങ്കിലോ അക്രമം, തീപ്പൊപ്പ്, കൊള്ള, പകർച്ചവ്യാധികൾ, തകർച്ച, ദാരിദ്ര്യം, ക്ഷാമം, വിലക്കയറ്റം ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ആസ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആസ പാപം ഉപേക്ഷിക്കണമെന്ന് പറയുക മാത്രമല്ല, തൻ്റെ രാജ്യത്ത് അദ്ദേഹം പാപം ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന് നേതൃത്വം കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആസയുടെ ശ്രദ്ധയിൽ തൻ്റെ കൊട്ടാരത്തിൽ തന്നെ ഒരു പാപം നിലനിൽക്കുന്നതായി കണ്ടു. എന്ന് പറഞ്ഞാൽ അമ്മ റാണി അക്ഷേര ദേവതയുടെ മ്ലേച്ഛ വിഗ്രഹത്തെ ആരാധിക്കുന്നതായി ആസ രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്മറാണി എന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ ഭാഗത്തെക്കുറിച്ച് മറ്റ് പുസ്തകങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ച ഒരു കാര്യം മനസ്സിലാവും. വല്യമ്മ, ആസ രാജാവിൻ്റെ വല്യമ്മ അമ്മരാജ്ഞിക്ക് ഒരു സ്വന്തം വിഗ്രഹമുണ്ട്. ഒരു മ്ലേച്ഛ വിഗ്രഹം, ഒരു അക്ഷേര പ്രതിഷ്ഠയുണ്ട്. ഈ അക്ഷേര പ്രതിഷ്ഠയെ അമ്മരാജ്ഞി ഉപേക്ഷിക്കുന്നില്ല. കൊട്ടാരത്തിൽ തന്നെ ഇത് പുലരുകയാണ്. അതുകൊണ്ട് ഈ ആസ രാജാവ് അവിടെ മയം കാണിച്ചില്ല. എൻ്റെ അമ്മയാണല്ലോ, ഇതൊന്നും ഈ ആസ രാജാവ് കണക്കാക്കിയില്ല. പാപത്തോട് മയമില്ല, പാപകരമായ അവസ്ഥയോട് മയമില്ല, പാപകരമായ വസ്തുക്കളെ നീക്കം ചെയ്യണം. ഈ ആസ രാജാവ് ആ മ്ലേച്ഛ വിഗ്രഹത്തെ തല്ലിപ്പൊട്ടിച്ചു. അതാണ് 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 16 മുതലുള്ള തിരുലിഖിതങ്ങൾ. ആസ രാജാവിൻ്റെ പിതാമഹി മാഘ അക്ഷേര ദേവതയുടെ മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയതിനാൽ അവളെ അമ്മറാണി സ്ഥാനത്ത് നിന്ന് മാറ്റി ആസ ആ വിഗ്രഹം വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി കിദ്രോൻ തോട്ടിനരികെ വെച്ച് അത് ചുട്ടുകളഞ്ഞു. ആ മ്ലേച്ഛ വിഗ്രഹത്തെ തല്ലി ഉടച്ച് അത് കത്തിച്ച് ചാമ്പലാക്കി അത് നാമാവശേഷമാക്കി കളഞ്ഞു. മാത്രമല്ല, ആ അമ്മരാജ്ഞിയെ ആ രാജ്ഞി സ്ഥാനത്ത് നീക്കം ചെയ്ത് കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ഉപേക്ഷിക്കുക എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പാപത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള വ്യക്തികളെയും പാപത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെയും പാപത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള പുസ്തകങ്ങളെയും പ്രസിദ്ധീകരണങ്ങളെയും കാസറ്റുകളെയും അങ്ങനെയുള്ള ബന്ധങ്ങളെയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ അതിനെ നാം നീക്കം ചെയ്യണം. ഹല്ലേലൂയ. ചീത്ത കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ ആ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് നാം അത് വിട്ടൊഴിഞ്ഞ് മാറണം. പ്രൈസ് ദി ലോർഡ്. ചീത്ത പുസ്തകങ്ങൾ വായിക്കുന്ന വ്യക്തികൾ ദൈവവചനം കേട്ട് യേശുവിനെ ആരാധിക്കുമ്പോൾ നീ ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചീത്ത പുസ്തകങ്ങളും ചീത്ത കാസറ്റുകളും ചീത്ത വസ്തുക്കളും നീ കൂട്ടം കൂട്ടമായി കത്തിച്ചു കളയണം, ഇടിച്ചു പൊടിച്ചു കളയണം. അത് നീ വെച്ചുകൊണ്ട്, അത് നിന്റെ മുറിയിൽ വെച്ചുകൊണ്ട്, അത് നിന്റെ വീട്ടിൽ വെച്ചിട്ട് നിനക്കൊരു ആത്മീയ ജീവിതത്തിന്റെ വളർച്ച നീ പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ. യേശുവേ, നീ ഒരു മദ്യപാനിയായ മകളാണെങ്കിൽ നീ ആ മദ്യപാനത്തിൻ്റെ വസ്തുക്കൾ എല്ലാം ഉപേക്ഷിച്ച് കളയണം. മദ്യപാനം നിർത്തിയാൽ മാത്രം പോരാ, മദ്യക്കുപ്പികളെല്ലാം എടുത്ത് പൊട്ടിച്ച് കളയണം. ഒന്നും ഭവനത്തിൽ വെക്കാൻ ഇരിക്കാൻ സമ്മതിക്കരുത്. നീ പുകവലിക്കാരനാണെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിന്റെ ആത്മാവിനെ അയച്ച് പുകവലി നിനക്ക് വിടുതൽ തന്നാൽ നീ ബാക്കിയുള്ള എല്ലാ പുകവലി വസ്തുക്കളും അതിന്റെ പരസ്യങ്ങളും അതിന്റെ ചിത്രങ്ങളും അതിന്റെ കൂടുകളും അതിനോട് ബന്ധപ്പെട്ട സമസ്ത വസ്തുക്കളും അഗ്നികുണ്ഡത്തിലേക്കിട്ട് ദഹിപ്പിച്ച് കളയണം. നിന്റെ ശരീരത്തിൽ തകിടോ ഏലസോ മന്ത്രത്തകിടോ ചരടുകളോ ഊതിക്കെട്ടി ചരടുകളോ എന്തെങ്കിലും പാപവസ്തുക്കൾ ഏതെങ്കിലും വ്യക്തിയുടെയോ ശക്തിയുടെയോ പ്രസ്ഥാനത്തിൻ്റെയോ രൂപങ്ങളൊക്കെ കുത്തുകയോ വരയ്ക്കുകയോ കെട്ടുകയോ എന്ന് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിന്റെ ശരീരത്തിൽ നീ അത് മായ്ച്ചു കളയുകയും അത് വെട്ടിക്കണ്ടിച്ച് അത് അഗ്നിയിലിട്ട് ദഹിപ്പിച്ച് ചാമ്പലാക്കുകയും ചെയ്ത് നീ പാപവസ്തുക്കളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് നിന്റെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനിലും ഓരോ മകളിലും സമാധാനവും അഭിവൃദ്ധിയും ഉയർച്ചയുണ്ടാകാൻ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാപത്തോടുള്ള വെറുപ്പ് മാത്രമല്ല, പാപവസ്തുക്കളെ കുടുംബത്തിൽ നിന്ന് പരിപൂർണമായും എടുത്തു മാറ്റാനും കത്തിച്ചു കളയാനും തല്ലിപ്പൊട്ടിച്ച് കളയാനും ദൂരെ കൊണ്ട് കുഴിച്ചു മൂടാനും ഓ ദൈവമേ, പാപവസ്തുക്കളോട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വെറുപ്പ് നൽകി പാപവസ്തുക്കളെ വെറുത്തുപേക്ഷിക്കാൻ ദൂരെ എറിഞ്ഞു കളയാനുള്ള കൃപ നൽകി ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചന പുസ്തകം 30-ാം അധ്യായം
22, 23 തിരുനിങ്ങൾ അന്ന് നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും മലിന വസ്തുക്കൾ എന്ന പോലെ ദൂരെ പോകുമെന്ന് പറഞ്ഞ് നിങ്ങൾ വലിച്ചെറിയും. അപ്പോൾ നീ വിതയ്ക്കുന്ന വിത്തിന് മഴ ലഭിക്കും. അപ്പോൾ നിന്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. ഓ ദൈവമേ, പാപവസ്തുക്കളെ ദൂരെ പോകുമെന്ന് പറഞ്ഞ് മലിന വസ്തുക്കൾ എന്ന പോലെ വലിച്ചെറിയാനുള്ള അഭിഷേകം അങ്ങ് ഇപ്പോൾ ദാസന്മാർക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിലാപത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 40-ാം തിരുലിഖിതം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും നമ്മുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് പിന്തിരിയുകയും ചെയ്യാം. ഈ നിമിഷങ്ങളിൽ യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയഭാരങ്ങളെ ഉയർത്താം. ഓരോ മകനും മകളും ജീവിതത്തിൽ പാപത്തിൽ നിന്നും വിട്ടുമാറാൻ പറ്റാത്തതിൻ്റെ വേദന ദൈവ സന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, തങ്ങളുടെ വഴികളിൽ ദൈവിക മാർഗം വിട്ട് അലഞ്ഞു തിരിയുന്ന ആടിനെ പോലെ ഈ ലോക ജീവിതത്തിൽ അതിനും ഇതിനും വേണ്ടി പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ, ദൈവിക കാര്യങ്ങൾ നടക്കുമ്പോൾ, പാപത്തിൽ നടക്കുമ്പോൾ തങ്ങൾക്ക് മാത്രമല്ല ഈ പാപം വഴി പിൻതലമുറകൾക്കും പാപത്തിലേക്കൊരു ചായ്വ്, പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വെമ്പൽ കൊള്ളുന്ന, പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പരക്കം പായാനുള്ളൊരു ത്വര ഞങ്ങളുടെ ജീവിതത്തിലും തുടർന്ന് വരുന്ന തലമുറകളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നൊരു തിരിച്ചറിവ് നൽകണമേ കർത്താവേ. ഇപ്പോൾ കുടുംബങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പാപം ഉപേക്ഷിക്കാനൊരു കൃപ കൊടുക്കണമേ കർത്താവേ. പാപം ഉപേക്ഷിക്കാൻ കൃപ കൊടുക്കണമേ കർത്താവേ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി.